അപ്പൊ ഒരാളെ മനസ്സിൽ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഒരു കാര്യം അത് കമാലുഹു സ്വഭാവ ഗുണങ്ങളാണ്, ആന്തരികമായ മികവുകളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അകിരിം ബി ഖൽഖി നബിയിൻ സാനഹു ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അകിരിം ബി ഖൽഖി നബിയിൻ, നബി തങ്ങളുടെ ആ ശാരീരിക സൗന്ദര്യം എന്തൊരു മഹത്തരമായ, എന്തൊരു ബഹുമാന്യമാണ്, എങ്ങനെയുള്ള സൃഷ്ടിപ്പാണ്. അതിന് സ്വഭാവം തിലകം ചാർത്തിയിരിക്കുന്നു, സ്വഭാവം അഴക് കൂട്ടിയിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചില ആളുകളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അവരുടെ സ്വഭാവം മഹാമോശമായിരിക്കും. പണ്ടൊരാൾ പറഞ്ഞില്ലേ, മൂത്രത്തിന്റെ നിറവും മൂത്രത്തിന്റെ വർണ്ണവും പലപ്പോഴും വെള്ളയാണ് എന്ന് വെച്ച് കുടിക്കാൻ കൊള്ളില്ല. ഇതേപോലെ ചില ആളുകളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, സ്വഭാവം മഹാ വെടക്കായിരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ആ ശാരീരിക സൗന്ദര്യത്തിന് വളരെ ഭംഗി കൂട്ടുന്നു, അഴക് വർദ്ധിപ്പിക്കുന്നു. ഖുലുഖുൻ, അവിടുത്തെ മഹത്തായ സ്വഭാവം ചില്ലറ സ്വഭാവമാണോ? അല്ല. ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി, സദാ പുഞ്ചിരി കളിയാടുന്ന മുഖമാണ്. ഒരു 100 ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളമെന്താണ്? സദാ സമയത്തും ആ ചുണ്ടിൽ പുഞ്ചിരി കാണാം. ആ മഹത്തായ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലമിലൂടെ പറഞ്ഞില്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ്. തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ്. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആർക്കെങ്കിലും ആരെയെങ്കിലും സ്വാധീനിച്ചു പറയിപ്പിച്ചതല്ല, സൃഷ്ടാവായ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, വാഴ്ത്തലാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ്. മാദാ യഖൂലുൽ മാദിഹൂന വമദ്ഹുകും ഹഖ്ഖൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമൂ. തങ്ങളെപ്പറ്റി സ്തുതിപാഠകർ എന്തു പറയാനാണ്? എന്തു പറഞ്ഞാലും, ആരെന്തു പാടിയാലും, ആരെന്തു എഴുതിയാലും, ആരെന്തു കുറിച്ചാലും അതൊക്കെ കുറവാണ്. ഖുർആനല്ലേ തങ്ങളെ സുന്ദരമായി മദ്ഹ് ചെയ്തത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ്. ഖുർആന്റെ സർട്ടിഫിക്കറ്റ് ആണ്. നോക്കൂ, നിങ്ങൾ ആ സ്വഭാവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണം പറഞ്ഞത് അളീം എന്നാണ്, അതിമഹത്തായ സ്വഭാവം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ അളീം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി, ആ കുട്ടികളൊക്കെ മിണ്ടാതിരിക്കണം, കുട്ടികൾ ശബ്ദം ഉണ്ടാക്കരുത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടാൽ തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. തങ്ങളെ പൊരുത്തം വേണ്ടുവോളം സമ്പാദിക്കാൻ ഉതകുന്ന ഒരു സദസ്സാണ്. അപ്പൊ അത് സംസാരിച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സദസ് അലങ്കോലപ്പെടുന്ന ഒരു രീതി ഉണ്ടാകരുത്. ഇത് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം. ഒരു കാപ്പി കുടിച്ച് കുട്ടികളെ മേയാൻ വിട്ടാൽ അവരിവിടെ ആകെ ഖറാബാക്കി കളയും. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ വഇന്നക ലഅലാ ഖുലുഖിൻ എന്ന് പറഞ്ഞു, പിന്നെ അളീം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നബി തങ്ങളുടെ സ്വഭാവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ അളീമായ സ്വഭാവം എന്ന് പറഞ്ഞത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, ഇമാം ഇസ്മാഈലുൽ ഹിഖി റഹിമഹുല്ലാഹ് എഴുതുകയാണ്. അതെന്ത്
അതെന്തുകൊണ്ടാണെന്നറിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർവികരായ അമ്പിയാക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ ധാരാളം പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിലൊക്കെ ചിതറിക്കിടന്നിരുന്ന ആ ഉന്നതമായ സ്വഭാവങ്ങളെല്ലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാഹരിച്ചു നൽകപ്പെട്ടു എന്നാണ് പറയുന്നത്. പൂർവികരായ പ്രവാചകന്മാരിൽ ഓരോരുത്തരിലും പ്രകടമായി നിന്നിരുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇമാം ഇസ്മാഇലുൽ ഹഖി അൽ ബറൂസവി റഹിമഹുള്ള എഴുതുകയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പരിശോധിച്ചാൽ വലിയ ശുക്റുള്ള, നന്ദിയുള്ള ജീവിതമായിരുന്നു. മഹാനവറുകളിൽ പ്രകടമായി കണ്ടിരുന്ന സ്വഭാവം അത് ശുക്റായിരുന്നു. വഇഖ്ലാസു മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഇഖ്ലാസാണ്. വസ്ദിഖു വഅദി ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയോ വാഗ്ദത്ത പൂർത്തീകരണം. വസ്ബ്റു യഅഖൂബ് നബിക്ക് ക്ഷമ. വതവാദുഉ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിനയം. ഇങ്ങനെ ചില സ്വഭാവങ്ങൾ ഓരോ നബിമാരിലും മികച്ചു നിന്നിരുന്നു, മറ്റു സ്വഭാവങ്ങൾക്ക് ഉപരിയായി മികച്ചു നിന്നിരുന്നു. ഈ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുമിച്ച് നൽകപ്പെട്ടു. ലികുല്ലി നബിയിൻ ഫിൽ അനാമി ഫളീലതു വജുംലതുഹാ മജ്മുഅത്തുൻ ലിമുഹമ്മദി. ഓരോ നബിക്കും പ്രത്യേകമായ ഓരോ മഹത്വങ്ങളുണ്ട്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെട്ടി.